ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബി ബഷറഫ് ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇന്ന് നമ്മളുടെ ചാനലിന് 10K സബ്സ്ക്രൈബേഴ്സ് 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെല്ലാവരോടും ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുകയാണ്. നന്ദി എന്നുള്ളൊരു വാക്ക് ഞാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നില്ല. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഔട്ട്ഡോറിലൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഏതായാലും വീഡിയോയിലേക്ക് വരാം. ഒരു സ്പെഷ്യൽ മാച്ച് പ്രിവ്യൂ വീഡിയോ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഇന്ത്യൻ ആരോസ് മത്സരം. ഒരു ക്ലബ്ബ് നമ്മളുടെ അവർ ഓൺ ക്ലബ്ബാണെങ്കിൽ ഇന്ത്യൻ ആരോസ് ആകട്ടെ നമ്മുടെ നേഷൻ്റെ മൊത്തം ക്ലബ്ബാണ്. സൂപ്പർ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ 15-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. 15-ാം തീയതി മറ്റൊരു മത്സരത്തിൽ പൂനെ സിറ്റി മിനർവ പഞ്ചാബിനെയും 16-ാം തീയതി ഗോകുലം FC മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബായ ഗോകുലം FC ഡൽഹി ഡൈനാമോസിനെയും ഐസ്വാൾ FC ചെന്നൈ FCയെയും നേരിടും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഇന്ത്യൻ ആരോസ് മത്സരത്തിൻ്റെ മാച്ച് പ്രിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം സീസണിലൊരു മോശം സീസണിലൂടെയാണ് ഇപ്രാവശ്യം നമ്മൾ കടന്നുപോയത്. പക്ഷേ ഇന്ത്യൻ ആരോസ് ഇത്തവണ കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രകടനമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. കാരണം ഫ്ലോയിഡ് പിൻറ്റോ പുതിയൊരു ഇന്ത്യൻ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം നന്നായിട്ട് കളിച്ചു. ടീം ഒരുവിധം സെറ്റായെന്ന് പറയാം. പല താരങ്ങളും ഇപ്പോൾ അടുത്ത സീസണിലേക്ക് പല ക്ലബ്ബുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹലും ധീരജും ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ക്വാളിഫയേഴ്സിൽ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ. സഹൽ മാത്രമല്ല, ഇന്ത്യൻ ആരോസിൽ 9 താരങ്ങൾ കളിക്കുമെന്ന്. കാരണം ഇവരെല്ലാവരും AFC Under-23 ക്യാമ്പിലാണുള്ളത്. ഏതായാലും ഇവർ എല്ലാവരും ഈ ഒരു മത്സരത്തിൽ കളിക്കുമെന്നുള്ളതാണ്. കാരണം ഇന്ന് ഖത്തർ എതിരെ ഇന്നലെ നടന്ന ഇന്നലത്തെ മത്സരത്തിന് ശേഷം എല്ലാ താരങ്ങളും വീണ്ടും ക്വാളിഫയേഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമേ 22-ാം തീയതി മാത്രമാണ് AFC Under-23 ക്വാളിഫിക്കേഷൻ തുടങ്ങുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഈ ഒരു മത്സരത്തിൽ കളിക്കും. സഹലും ധീരജും മറ്റ് ഇന്ത്യൻ ആരോസിലെ താരങ്ങളെല്ലാം. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണെന്ന് നോക്കാം. ഇരു ടീമുകളും നമുക്ക് ആദ്യം ഇന്ത്യൻ ആരോസിൻ്റെ തന്നെ നോക്കാം. പ്രഭുഷം ഗില്ലായിരിക്കും ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ കളിക്കുക. പ്രഭുഷം ഗില്ല് ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതേപോലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നരേന്ദർ, അദ്ദേഹം ഈ സീസണിലാണ് ഇന്ത്യൻ ആരോസിലെത്തിയത്. മികച്ച പ്രകടനമാണ് നടത്തുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ജിതേന്ദ്ര സിംഗ് ആൻഡ് അൻവർ അലി. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് Under-17 ലോഗോ പോസ്റ്റ് കണ്ടതാണ്. ഇവർ തന്നെയായിരിക്കും ഈ ഒരു പൊസിഷനിൽ കളിക്കുക. ലെഫ്റ്റ് ബാക്കായിട്ട് ആശിഷ് റായ് ആണിപ്പോൾ നിലവിൽ ഇന്ത്യൻ ആരോസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ഇന്ത്യൻ ആരോസിൽ ഈ ഒരു മത്സരത്തിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുക. 4-2-3-1 എന്നുള്ളൊരു പൊസിഷനിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായിട്ട് ദീപക് താങ്കരിയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ അമർജിത് സിംഗും ആയിരിക്കും കളിക്കുന്നത്. ഇനി ലെഫ്റ്റ് വിങ്ങിൽ രാഹുൽ KP ആയിരിക്കും. രാഹുൽ KP ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഗോൾ അടിച്ചു. ഇപ്പോൾ അദ്ദേഹം Under-23 ക്യാമ്പിലുമൊക്കെ എത്തി നല്ല പ്രകടനമാണ് കളിക്കുന്നത്. അദ്ദേഹമായിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുക. അതേപോലെ റൈറ്റ് വിങ്ങിൽ ബോറിസ് ആയിരിക്കും കളിക്കുക. ബോറിസ് സിംഗ് റൈറ്റ് ബാക്കായിട്ടും റൈറ്റ് വിങ്ങിലും എല്ലാ പൊസിഷനിലും കളിക്കാൻ കഴിയുന്നൊരു താരമാണ്. അദ്ദേഹമായിരിക്കും ഒരു റൈറ്റ് വിങ് പൊസിഷനിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി കളിക്കുന്നത്. ഇനി സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ അഭിജിത്ത് സർക്കാർ ആയിരിക്കും കളിക്കുന്നത്. അഭിജിത്ത് സർക്കാരും വേൾഡ് കപ്പ് മുതലേ ഉള്ളൊരു താരമാണ്. ഇപ്പം ഈയിടെയായിട്ട് ഒരു മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ആരോസിൽ. ഇനി ഏക സ്ട്രൈക്കറായിട്ട് രോഹിത് ദാനു ആയിരിക്കും കളിക്കുന്നത്. രോഹിത് ദാനു 16 വയസ്സ് മാത്രമുള്ള താരമാണ്. എന്നാൽ Under-23 ക്യാമ്പിലൊക്കെ എത്തി അദ്ദേഹം ഈ സീസണിൽ 4 ഗോളുകളാണ് നേടിയത്. ഏതായാലും റഹീം അലിയും അനികേത് ജാദവും ഒക്കെ പോലുള്ള താരങ്ങളുണ്ടെങ്കിലും അനികേത് ജാദവ് ഇപ്പം ട്രയൽസിൽ പോവുകയാണ്. എന്നാലും രോഹിത് ദാനു തന്നെയായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ആരോസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീം ഈ പറഞ്ഞ ഇത്രയും താരങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും മികച്ച സ്ക്വാഡിനെ തന്നെ ഇറക്കാനാണ് ചാൻസ്. കാരണം ഐ ലീഗ് മത്സരങ്ങളിൽ പലപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ധീരജ് സിംഗ് ആയിരിക്കും ഗോൾ വല കാക്കാനുണ്ടാകുക. ധീരജ് സിംഗിൻ്റെ ആദ്യത്തെ ക്ലബ്ബ്, അതായത് ധീരജ് സിംഗ് പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് തന്നെ ഇന്ത്യൻ ആരോസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരോസിനെതിരെ കളിക്കുന്ന ഒരു ആദ്യത്തെ മത്സരമായിരിക്കും ഇത്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ സിറിൽ കാലി ആയിരിക്കും കളിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ സിറിൽ കാലി ആയിരുന്നു കളിച്ചത്. നല്ല മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സിറിൽ കാലി ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുക. ഇനി സെൻട്രൽ ബാക്കുകളായിട്ട് അനസ് എടത്തൊടുകി അതുപോലെ തന്നെ സന്ദേശ് ചിങ്കൻ ഈ ഒരു കൂട്ടുകെട്ടായിരിക്കും കളിക്കുക. ഇനി ലെഫ്റ്റ് ബാക്കിൽ പ്രീതം കുമാർ സിംഗ് ആയിരിക്കും. കാരണം റാൽവത്താര മോശം പ്രകടനമാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ റാൽവത്താരയ്ക്ക് പകരം പ്രീതം കുമാർ സിംഗ് തന്നെയായിരിക്കും ഇറങ്ങുക. 4-3-3 എന്ന് പറയുന്നൊരു ഫോർമേഷനിലായിരിക്കും ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ഏതായാലും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ ഈ ഒരു മത്സരത്തിലും കിസ്രേൻ കിസീറ്റോ, കറേജ് പെക്കൂസൻ ആൻഡ് സഹൽ അബ്ദുൽ സമദ് ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ട് മികച്ച പ്രകടനമാണ് നടത്തിയത് പലപ്പോഴും. നമുക്ക് ഫോർവേഡിലേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് വിങ്ങിൽ സ്ലാവിസ സ്റ്റോയാനോവിക്ക്, സെർബിയൻ താരമാണ് അദ്ദേഹം.
ആണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ. ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ടോപ്പ് സ്കോറർ കൂടിയായിട്ടുള്ള മത്തേജ് പപ്ലാൻഡിക്ക് ഒരു 4 ഗോളാണ് അടിച്ചത്. അദ്ദേഹം സെൻട്രൽ ഫോർവേഡായിട്ടും റൈറ്റ് വിങ്ങിൽ സെയിമിൻ ലെൻഡുങ്കലുമായിരിക്കും ഇറങ്ങുന്നത്. ഏതായാലും സെക്കൻഡ് ഹാഫിൽ നെഗി അതേപോലെ തന്നെ മറ്റ് താരങ്ങളെ പ്രശാന്തിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് 11 പ്രതീക്ഷകൾ. ഏതായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബീബ് ഷഫാൻ സൈനിങ് ഓഫ്.